This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में. Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ വ്യൂവേഴ്സെ ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. അമൃത AU മികച്ച യുവ മാധ്യമ പ്രവർത്തകയ്ക്കുള്ള മീഡിയ എക്സലൻസ് പുരസ്കാരത്തിന് അർഹയായി കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. XMP സെബാസ്റ്റ്യൻ പോൾ ഫലകവും പ്രശസ്തി പത്രവും കൈമാറി. ശ്രീ സജിമോൻ ആന്റണി, ശ്രീ ബേബി വണക്കുന്നേൽ എന്നിവർ ചേർന്ന് ചെക്ക് നൽകി ആദരിച്ചു. സ്ത്രീകൾ, കുട്ടികൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ ഊന്നിയുള്ള ശൈലിയാണ് മറ്റു മാധ്യമപ്രവർത്തകരിൽ നിന്നും അമൃതയെ വേറിട്ട് നിർത്തുന്നത്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് BA ജേർണലിസം എടുത്ത അമൃത മലപ്പുറം മലയാളം സർവകലാശാലയിൽ നിന്നും ഏറ്റവും ഉയർന്ന മാർക്കോടെ MA മാധ്യമ പഠനം കോഴ്സ് പൂർത്തിയാക്കി. ഈ സമയം തന്നെ പാർട്ട് ടൈമായും തുറമുഖ പ്രാദേശിക ചാനലായ മലബാർ പ്രൈംസ് ന്യൂസ് ചാനലിൽ ന്യൂസ് എഡിറ്ററായും ജോലി ചെയ്തു. തുടർന്ന് കലാകൗമുദി സബ് എഡിറ്റർ ട്രെയിനിയായും പ്രവർത്തിച്ചു. 2018 ഓൺലൈൻ കണ്ടന്റ് റൈറ്ററായി മാതൃഭൂമിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ കൊച്ചിൻ ബ്യൂറോയിൽ മാതൃഭൂമി ഓൺലൈൻ സീനിയർ കണ്ടന്റ് റൈറ്ററായും ഒപ്പം റിപ്പോർട്ടറായും പ്രവർത്തിക്കുന്നു. 2021 അട്ടപ്പാടിയിലെ സമ്പർക്കോട് ഊരിലെ ആദിവാസികൾക്കിടയിലുള്ള പഞ്ചകൃഷിയെക്കുറിച്ചുള്ള ന്യൂസ് സ്റ്റോറിക്ക് സംസ്ഥാന സർക്കാരിന്റെ മികച്ച സാമൂഹ്യ ശാക്തീകരണ റിപ്പോർട്ടറിനുള്ള പുരസ്കാരവും 2022 മീഡിയ അക്കാദമി ഫെലോഷിപ്പ് യുവ മാധ്യമ പ്രവർത്തകർക്കുള്ള രാഘവീയം പുരസ്കാരം, ഇൻഡിവുഡ് പുരസ്കാരം, ലീല മേനോൻ മാധ്യമ പുരസ്കാരം, ടിജി പമ്പിന്റെ മികച്ച ഇന്റർവ്യൂവിനുള്ള പുരസ്കാരം, ദേശീയ കുടുംബശ്രീ സരസ് മേള മികച്ച ഓൺലൈൻ റിപ്പോർട്ടറിനുള്ള പുരസ്കാരം എന്നിവ കരസ്ഥമാക്കി. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള കേരളത്തിലെ പ്രത്യേക പ്രതിനിധിയായ പ്രൊഫസർ KV തോമസ്, ഹൈബി ഈഡൻ MB, MLA മാരായ മോൻസ് ജോസഫ്, അൻവർ സാദത്ത്, റോജി M ജോൺ, മാണി C കാപ്പൻ, TJ വിനോദ്, KJ മാക്സി, മുൻ MP സെബാസ്റ്റ്യൻ പോൾ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, ജോണി ലൂക്കോസ്, ഡയറക്ടർ മനോരമ ന്യൂസ്, സാജ് എർത്ത് റിസോർട്ട് ഉടമകൾ സാജൻ മിനി സാജൻ, സുമേഷ് അച്യുതൻ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ഫൊക്കാന മുൻ പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ, ദിലീപ് വർഗീസ്, അനിയൻ ജോർജ് കൂടാതെ ഇന്ത്യ പ്രസ് ക്ലബ് സെക്രട്ടറി ഷിജോ പൗലോസ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളാത്ത്, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ആറന്മുള, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്നം, അഡ്വൈസറി ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.